തേന്മാവിൻ കൊമ്പത്ത് കൊതിച്ചതും വിധിച്ചതും ജൂൺ 29 മുതൽ എല്ലാ ദിവസവും രാത്രി 9 മണിക്ക്. ഇപ്പൊ അതെടുത്ത അമ്മ അതെന്താണെന്ന് ചോദിക്കും. ഇപ്പൊ എടുക്കാതിരിക്കുന്ന നല്ലത്. എന്നെ ഒളിക്കാൻ നോക്കുകയാണല്ലോ. അപ്പൊ അതിലെന്തോ കള്ളത്തരമുണ്ട്. അല്ല, നീ ഇന്ന് ഊണ് കഴിക്കാൻ നേരത്തെ വന്നോ ഇന്ദ്ര? അല്ല, ഉച്ച കഴിഞ്ഞ് ലോഡ് വരാനുണ്ട്, അപ്പോഴേക്കും തിരിച്ചു പോണം. ഓ അത് ശരി. ഒന്ന് നിന്നേ, രാവിലെ നീ ഓട്ടമായിരുന്നു അല്ലേ? എന്തോട്ടം? അല്ല, ഞാനൊരു ആവശ്യത്തിന് പുറത്തു പോയപ്പോ നിന്നെ ആ തുണിക്കടയുടെ അടുത്ത് കണ്ടു, അതുകൊണ്ട് ചോദിച്ചതാ. ആ അതോ, അതാ കടയിലെ രാഘവേട്ടൻ മകളുടെ കല്യാണത്തിന് സാധനങ്ങൾ എടുത്ത് എന്റെ ക്യാഷ് ഇതുവരെ തന്നില്ല. ഓ, അത് ചോദിക്കാൻ വേണ്ടി കയറിയതാ. ആഹാ. എന്നിട്ട് അല്ല, രാഘവൻ കാശ് തന്നോ? ആ, കുറച്ച് തന്നു. ബാക്കി ഒരു ഡേറ്റ് പറഞ്ഞിരിക്കുക. ആ, രാഘവേട്ടന് ആയതുകൊണ്ട് കുഴപ്പമില്ല. ബാക്കി കാശ് അയാളുടെ കടയിൽ നിന്നും തുണി വാങ്ങിയെങ്കിലും മുതലാക്കാം. ആ, മോനെ ഇന്ദ്ര, നീ താക്കോല് വെച്ചില്ലെങ്കിലും നിന്റെ വണ്ടി തുറക്കാനുള്ള താക്കോല് എന്റെ കയ്യിലുണ്ടടാ. എടാ മോനെ, ഇവിടെ ഏത് വണ്ടി വാങ്ങിയാലും അതിന്റെ താക്കോല് ഞാൻ സൂക്ഷിക്കൂടാ. ഇത് തന്നെ ആയിരിക്കണം ഇന്ദ്രന്റെ രണ്ടാമത്തെ വണ്ടിയുടെ താക്കോല്. എടാ ഇന്ദ്ര, നീയും നിന്റെ ഭാര്യയോ എന്നെ കണ്ണു വെട്ടിച്ച് എന്ത് ചെയ്താലും അത് ഞാൻ കണ്ടുപിടിച്ചിരിക്കും. നീ ഇരിക്ക്, ഞാൻ എടുക്കാം. അമ്മ കഴിച്ചോ? ഇല്ല, അമ്മ കഴിക്കാൻ സമയമാവുന്നേ ഉള്ളൂ. അല്ല, ഞാൻ വരുമ്പോ അമ്മ ഉമ്മർ തന്നെ ഉണ്ടായിരുന്നു. അതെ, വിളിക്ക. എന്താ? അതെ, അമ്മ നിൽക്കുന്നതുകൊണ്ട് എനിക്ക് വണ്ടിയിൽ നിന്ന് അത് എടുക്കാൻ പറ്റിയില്ല. എന്ത്? ആ അനു, നീ ഡ്രസ്സ് വാങ്ങിക്കാൻ പറഞ്ഞിരുന്നില്ലേ? അച്ഛനല്ലേ? അത് വാങ്ങിയിരുന്നോ? അനു പതുക്കെ പറ. ഞാൻ വാങ്ങി, വണ്ടിയിലുണ്ട്. പിന്നെ ഞാനിപ്പോ എടുത്തോണ്ട് വരുമ്പോ അമ്മ ചോദിക്കില്ലേ? ആ സമയത്ത് എടുക്കാതിരുന്ന നന്നായി. എന്തായാലും ഇന്ദ്രേട്ടന്റെ വാക്ക് തള്ളിക്കളഞ്ഞല്ലോ, എനിക്കത് മതി. ഷർട്ട് പാകാവുന്നൊന്നും എനിക്കറിയില്ല. ഞാനൊരു ഊഹം വെച്ച് വാങ്ങിയതാ. അതൊക്കെ കറക്റ്റായിരിക്കും. ഇന്ദ്രേട്ടന് അതൊന്നും തെറ്റില്ല. ആ പിന്നെ അച്ഛന് ടാബ്ലറ്റ് വാങ്ങിയോ? ഞാൻ ഫോണിൽ മരുന്നിന്റെ ചീട്ട് അയച്ചിരുന്നു. അതും വാങ്ങിച്ചു. അതെല്ലാം അവ കവറിനകത്തുണ്ട്. സൗകര്യം പോലെ ഞാൻ എടുത്തുതരാം. അത് മതി. ഇന്ദ്രേട്ടൻ രാത്രി ഷോപ്പ് അടച്ചിട്ട് വരുമ്പോ കിട്ടിയാലും മതി. ശരി, നോക്കാം.
മോനെ അനു, നീ ഇനിയെങ്കിലും ഇത്തരം കാര്യങ്ങളൊന്നും എന്നെ ഏൽപ്പിക്കില്ലേ? മനസ്സുകൊണ്ട് അംഗീകരിക്കാൻ പറ്റാത്ത ഒരാൾക്ക് വേണ്ടി എനിക്ക് ഇങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല. ഇന്ദ്രേട്ടാ, നമ്മുടെ മുന്നിൽ കൈനീട്ടുന്ന ഒരാൾക്ക് നമ്മൾ ഭിക്ഷ കൊടുക്കുന്നത് അയാൾ നമ്മൾ മനസ്സുകൊണ്ട് ഏറ്റെടുത്തിട്ടാണോ? അതുപോലെയാണോ ഇത്?